മുട്ടയാണോ കോഴിയാണോ ആദ്യമുണ്ടായത് എന്ന് മുല്ല നസറുദ്ദീനോട് ചോദിച്ചപ്പോൾ മുല്ല പറഞ്ഞത് കോഴിയാണ് എന്നാണ്. കാരണമായി മുല്ല പറഞ്ഞത് ദൈവം എല്ലാ വസ്തുക്കളെയും ജീവനോടെ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ചോദ്യകർത്താവ് മുട്ടയ്ക്ക് ജീവനുള്ളത് കൊണ്ടല്ലേ കോഴി വിരിയുന്നത്, അപ്പൊ മുട്ടയും ആവാലോ ജീവനുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ വാദം തെറ്റാണ്. കാരണം മുട്ടയെ നമ്മൾ അറുക്കുന്നില്ലല്ലോ അതിനെ കൊല്ലാൻ, കോഴിയെയല്ലേ അറുക്കുന്നുള്ളൂ എന്നാണ് മുല്ല പറഞ്ഞത്. ഈ ഒരു ചോദ്യം സയൻസിന്റെ മുമ്പിൽ വന്നാൽ ഈസിയായി സയൻസ് പറയും മുട്ടയാണ് ആദ്യമുണ്ടായത് എന്ന്. സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം സമർത്ഥിക്കാൻ വളരെ എളുപ്പമാണ്. അക്കോർഡിംഗ് ടു സയൻസ്, പരിണാമം വഴിയാണ് എല്ലാ ജീവികളും ഭൂമിയിൽ ഉണ്ടായിട്ടുള്ളത്. ഏകകോശ ജീവികളിൽ നിന്നും ബഹുകോശ ജീവികളും, ബഹുകോശ ജീവികളിൽ നിന്ന് സമുദ്രജീവികളും, അതിൽ നിന്ന് മറ്റെല്ലാ ജീവികളും ഉണ്ടായി എന്നാണല്ലോ സയൻസ് പറയുന്നത്. മാത്രമല്ല ഭൂമിയിലെ എല്ലാ ജീവികൾക്കും ഒരു പൊതു പൂർവികനുണ്ട്. ജനിതകമായി വ്യത്യസ്തമായ ഉപജാതിയായി കോഴി മാറുന്നതിന് മുമ്പേ ആ കാട്ടുകോഴിയുടെ നമ്മുടെ നാട്ടുകോഴി ആകാനുള്ള മുട്ടയായിരിക്കാം മ്യൂട്ടേഷൻ വഴി ആദ്യം ഉത്ഭവിച്ചിട്ടുണ്ടാവുക എന്ന് സയൻസ് പറയുന്നു. കുറച്ച് കട്ടിയാണ് കാര്യങ്ങൾ, ഒന്ന് ശ്രദ്ധിക്കണേ. നമ്മുടെ കോഴിക്കൊരു പൊതു പൂർവികൻ ഉണ്ടാകുമല്ലോ, ഒരു കാട്ടുകോഴി. ആ കാട്ടുകോഴി അതിന്റെ മാതൃ ഇനത്തിൽ നിന്നും വ്യത്യസ്തമാക്കാൻ വേണ്ടി നമ്മുടെ നാട്ടുകോഴിയെ പരിണാമം വഴി ഭൂമിയിൽ എത്തിക്കാൻ ഒരു മുട്ടയിട്ടു. ആ മുട്ടയാണ് ഇന്നത്തെ എല്ലാ നാട്ടുകോഴിയുടെയും ആദ്യത്തെ ഭ്രൂണം. ഇപ്പൊ മനസ്സിലായില്ലേ സയൻസ് എങ്ങനെയാണ് ഇതിനെ സമർത്ഥിച്ചത് എന്ന്?